ഹലോ, എല്ലാവർക്കും എൻ്റെ WW ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് പ്രഡിക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ റസൽമേനിയയിൽ എൻ്റെ കുറച്ച് പ്രഡിക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തേത് ഗുന്തറും ജെയ്യൂസും തമ്മിലുള്ള മാച്ചാണ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ളത്. എൻ്റെ ഈ പ്രാവശ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ജെയ്യൂസോ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അയാൾക്ക് ഒരുപാട് ഫാൻസുണ്ട്, അയാളുടെ യെറ്റിനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജെയ്യൂസോ ഈ പ്രാവശ്യം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകണം. അങ്ങനെയാണെങ്കിൽ WWEക്ക് ഒരുപാട് റേറ്റിംഗ് കൂടാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. ഈ പ്രാവശ്യത്തെ വുമൻസ് വേൾഡ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ ലീവും റാക്കേലുമാണ്. കഴിഞ്ഞ ഫ്രൈഡേ നൈറ്റ് സ്മാക്ക് ഡൗണിൽ ഇതിനൊരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. ആരാണ് ഇവർക്ക് എതിരാളികളായിട്ട് വരുന്നുള്ളൊരു ടൂർണമെൻറ്റ് കഴിഞ്ഞ ഫ്രൈഡേ നൈറ്റ് സ്മാക്ക് ഡൗണിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത് ബെയ്ലി, ലൈറ വാൽക്കേരിയാണ്. അപ്പോൾ ഇവരാണ് റസൽമേനിയ 41 ലീവിൻ്റെയും റാക്കേലിൻ്റെയും എതിരാളികൾ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ 2023 ഇത് തന്നെയായിരുന്നു ലീവനും റാക്കേലിൻ്റെ റോളും, അവരുടെ ക്യാരക്ടർ ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. ഈ പ്രാവശ്യം അവർ തന്നെ ജയിക്കണം, അവർ തന്നെ തുടർന്നും ടാഗ് ചാമ്പ്യൻസായിട്ട് മാറണം. കാരണം അവർ നല്ല കോംബോ ആണ്, അവർ നല്ല സപ്പോർട്ടും ഉണ്ട്, നല്ല ഫൈറ്റുമാണ്. അവർക്ക് ഫാൻസിനേലും കൂടുതലും ഹേറ്റേഴ്സാണ്. അപ്പം ബെയ്ലിയും ലൈറയും ജയിക്കുന്നതിലും ഏറ്റവും നല്ലത് ലീവും റാക്കേലും ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലൈറ വാൽക്കേറിയ ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ കൂടെയാണ്, വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനാണ്. അപ്പോൾ അവർ ഒരു ടാഗ് ടീം ചാമ്പ്യൻ ആയാലും കാര്യമില്ല. എനിക്ക് തോന്നുന്നു അവർ ആ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാമ്പ്യൻഷിപ്പ് ട്രൈ ചെയ്യണം. ഈ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റിയിട്ടുള്ള വേറെ ഏതെങ്കിലും ചാമ്പ്യൻഷിപ്പ് അവർ നോക്കണം. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ ആഗ്രഹം ലീവും റാക്കേലും ജയിക്കണമെന്നാണ്. പിന്നെ വുമൻസിലെ ഏറ്റവും കൂടുതലും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാച്ചുണ്ട്, വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അതിൻ്റെ അകത്ത് ഈ പ്രാവശ്യം 3 പേരാണ് മത്സരിക്കുന്നത്. ട്രിപ്പിൾ ത്രെറ്റ് മാച്ചാണ്. 1 റിയ റിപ്ലി, 2 ബിയാങ്ക ബെലർ, 3 ഇലോ സ്കൈ. ഈ 3 ആളുകളുമാണ് ഈ പ്രാവശ്യത്തെ വേൾഡ്സ് വുമൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. അതിൻ്റെ അകത്തും എൻ്റെ ആഗ്രഹം തുടർന്നും ഈ പ്രാവശ്യത്തെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഇലോ സ്കൈ ആണ്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ റിയ റിപ്ലി തന്നെ വീണ്ടും വുമൻസ് ചാമ്പ്യനായിട്ട് മാറണം. കാരണം എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഫൈറ്റ്സ് സൂപ്പറാണ്, അവരുടെ എൻട്രൻസും സൂപ്പറാണ്. അവർക്ക് ഒരുപാട് ഫാൻസും ഉണ്ട്, അവർക്ക് നല്ല മൈക്ക് സ്കില്ലും ഉണ്ട്. അവർ നല്ലൊരു റെസ്ലറും കൂടെയാണ്, വുമൻസ് റെസ്ലറും കൂടെയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം റിയ തന്നെ ജയിക്കണം എന്നാണ്. ആ മാച്ച് നല്ലൊരു ടോപ്പ് ആയിരിക്കും, നല്ല റേറ്റിംഗ് ഉള്ളൊരു മാച്ച് തന്നെയായിരിക്കും. വുമൻസ് വെച്ച് ഏറ്റവും നല്ലൊരു മാച്ചായിരിക്കും. പിന്നെ ഇപ്പോൾ മെൻസിൽ അടുത്ത ഇതുപോലെ ട്രിപ്പിൾ ത്രെറ്റ് മാച്ചുണ്ട്, റോമൻ റെയ്ൻസും CM പങ്കും സെത്ത് റോളൻസും. അതും ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ റോമൻ റെയ്ൻസിൻ്റെ കഴിഞ്ഞ മാച്ചുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോമൻ റെയ്ൻസിന് നമുക്ക് പ്രത്യേകതര ഒരു എനർജിയാണ്, ഒരു വൈബാണ് നമുക്ക് റോമൻ റെയ്ൻസിൻ്റെ മാച്ച് കാണുമ്പം. 1000 ദിവസം അയാൾ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായിട്ട് നിന്ന ഒരാളാണ്. WWE ഹിസ്റ്ററിയിലെ ഏറ്റവും റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് റോമൻ റെയ്ൻസ്. അപ്പോൾ റോമൻ റെയ്ൻസിൻ്റെ എല്ലാ മാച്ചുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സെഗ്മെൻറ്റും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് റോമൻ റെയ്ൻസിനെ ജയിക്കണമെന്നാണ്. അയാൾ ജയിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. പിന്നെ വേറൊരു മാച്ചുണ്ട്, കോഡി റോഡ്സും ജോൺസനെയും. എനിക്ക് തോന്നുന്നു റസൽമേനിയയിൽ ഇത് കഴിഞ്ഞ ആളുകൾ ഏറ്റവും കൂടുതലും നോക്കുന്നത് ജോൺസിനെയും കോഡി റോഡ്സും തമ്മിലുള്ള മാച്ചാണ്, അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള. അപ്പം റസൽമേനിയ 41 ഇതും നല്ല റേറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കോഡി റോഡ്സ് തന്നെ തുടർന്നും അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായിട്ട് നിൽക്കണമെന്നാണ്. അയാളിപ്പോൾ 1 വർഷത്തോളം അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഈ പ്രാവശ്യത്തെ ആഗ്രഹവും കോഡി റോഡ്സ് തന്നെ നിൽക്കണം. എനിക്ക് തോന്നുന്നു ഈ ജോൺസിനെയും കോഡി റോഡ്സും തമ്മിലുള്ള മാച്ച് നല്ല ട്വിസ്റ്റ് ഉള്ളൊരു മാച്ചായിരിക്കും. കാരണം ജോൺസിന് ഒരു ഹീറോ ക്യാരക്ടറിൽ നിന്നും വില്ലൻ ക്യാരക്ടറിലേക്ക് മാറി. അയാളിപ്പോൾ ഒരു ഹീൽ ക്യാരക്ടറെ, ഫേസ് ക്യാരക്ടർ മാറി ഹീൽ ക്യാരക്ടറെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ജോൺസിനേക്ക് ഈ പ്രാവശ്യം ഹേറ്റേഴ്സ് ഒരുപാടുണ്ട്. ജോൺസിനെ ഈ മാച്ചിൽ സപ്പോർട്ട് ചെയ്യാൻ
റോക്ക് വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം കോഡി റോഡ്സ് ഇപ്പം ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കോഡി റോഡ്സിൻ്റെ ആകെ ഒരു വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ അമേരിക്കൻ നൈറ്റ് മെയർ ആയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഒരുപാട് മാച്ചുകളൊക്കെ വിൻ ചെയ്തു. അയാൾ റോയൽ റംബിളൊക്കെ വിൻ ചെയ്തു. അപ്പം ജോൺസിനേക്കാൾ കൂടുതലും ആളുകൾ ജയിക്കാൻ സാധ്യത നോക്കുന്നത് കോഡി റോഡ്സിനായിരിക്കും. പിന്നെ ജോൺസിനെ ഇപ്പോൾ ഈ ഹീൽ ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഇപ്പം ജോൺസിനൊക്കെ എതിരാണ്, ഹേറ്റേഴ്സാണ് കൂടുതലുള്ള. പിന്നെ എൻ്റെ ഒരു തോന്നലാണെന്ന് തോന്നുന്നു, ഇപ്രാവശ്യം റോക്കും ഈ കോഡി റോഡ്സും തമ്മിൽ എന്തെങ്കിലും മാച്ച് കാണുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു സർപ്രൈസ് കാണുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അടുത്ത ആഴ്ചയാണ് റസൽമേനിയ തുടങ്ങുന്നത്. വരുന്ന 20-നാണ് റസൽമേനിയ തുടങ്ങുന്നത്. അപ്പോൾ ഈ മാച്ച് കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതിന് വിപരീതം ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ ജോൺസിനെ ജയിക്കാം, അല്ലെങ്കിൽ ബിയാങ്കോ ലോസ്കൈ തന്നെ വീണ്ടും വുമൻസ് ചാമ്പ്യനായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ബെയ്ലിയും ലൈറയും തന്നെ വീണ്ടും ഒരു പുതിയൊരു ടാഗ് ടീം ചാമ്പ്യൻസായിട്ട് തുടരാം. അപ്പം എന്തായിരിക്കും ഈ വരാൻ പോകുന്ന റസൽമേനിയ 41-ൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പ്രഡിക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന പുതിയൊരു പ്രഡിക്ഷൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരെയും ബായ്.